ഹലോ ഫ്രണ്ട്സ്, എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. തങ്കമണി ദിലീപ് നായകനായിട്ട് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത് വരുന്ന പുതിയ സിനിമയാണ് തങ്കമണി. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിലേക്കൊന്ന് പോവാം. സൗദിയിലാ? അവനെ നീ എങ്ങ ഗൾഫാനായി പോയാലോ? എന്നാടി തേച്ച് മാച്ചോളയോ? തങ്കമണി എടാ, നമ്മളിത് ചെയ്യത്തില്ലാൻ തീരുമാനിച്ചല്ലടാ. കേസ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. കണ്ട കാട്ടിക്കൊണ്ടേ കളയാൻ എനിക്ക് അവളെ കളഞ്ഞു കിട്ടിയതാണ്. ചേട്ടന്മാരെ നിങ്ങൾ തല്ലോട്ട് ചവിടേക്ക് വണ്ടി തങ്കമണിക്കെടുക്ക. It's been 48 hours. Nobody has left. സൂക്ഷിച്ചു നോക്കടാ. നമുക്ക് തുടങ്ങാമാവേ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് തങ്കമണി എന്ന സ്ഥലം. അവിടുത്തെ ഒരു തങ്കമണി എന്ന സ്ഥലത്തെ ഒരു ബസ് റൂട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്നും ഉണ്ടായ സംഭവങ്ങളാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. ഇത് യഥാർത്ഥമായി നടന്നൊരു സംഭവമാണ്. 1986 ജനുവരി 21 നടന്ന ഇടുക്കിയിലെ തങ്കമണി എന്ന സ്ഥലത്ത് നടന്ന സംഭവം. തുടർന്ന് അന്നത്തെ മന്ത്രിസഭയായ കരുണാകരൻ മന്ത്രിസഭയ്ക്ക് തന്നെ രാജിവെക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിയ ഒരു സംഭവം ഇടുക്കിയിൽ അന്ന് നടന്നിട്ടുണ്ട്. 1986 ഇത് നടക്കുന്നത്. ഇത് എത്രത്തോളം സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് സിനിമ കണ്ട ശേഷം പറയാം. ഇതിൻ്റെ അകത്ത് മെയിൻ നായകനായിട്ട് അഭിനയിക്കുന്നത് ദിലീപാണ്. ആബേൽ ജോഷമാത്തനായിട്ടാണ് ദിലീപ് വരുന്നത്. അർപ്പിത നാഥ IPS ആയിട്ട് പ്രണിത സുഭാഷ് എന്ന നായിക വരുന്നത്. പിന്നെ നിത പിള്ള, മനോജ് കച്ചൻ, സുദേവ് നായർ തുടങ്ങിയവരാണ് ഈ സിനിമയിലേക്ക് മെയിൻ കാസ്റ്റ് ചെയ്യപ്പെട്ട നടന്മാർ. പിന്നെ ഈ സിനിമ രതീഷ് രഘുനന്ദൻ എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ ഉടൽ. അതൊരു അടിപൊളി സിനിമയായിരുന്നു. അധികം ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ട് അന്നത്തെ ധ്യാൻ ശ്രീനിവാസിൻ്റെ പല പടങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു മൈലേജ് നൽകിയ പടമാണ് ഈ ഉടൽ എന്ന സിനിമ. അതിൽ ദുർഗാകൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ, പിന്നെ ഇന്ദ്രൻസിനൊക്കെ അതിലൊരു വെറൈറ്റി കഥാപാത്രമായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിന് ദിലീപിന് ചുറ്റുമുള്ള കാസ്റ്റിങ്ങൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. സാധാരണ ദിലീപ് പടങ്ങളിൽ നമ്മൾ കാണുന്ന പോലത്തെ കാസ്റ്റിംഗ് അല്ല ചുറ്റും ഉള്ളത്. ഈ സുദേവ് നായരൊക്കെ ദിലീപിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സിനിമയായിട്ടെന്ന് വിചാരിക്കാം. നല്ല ട്രെയിലറാണ്. നമുക്ക് ഈ സിനിമ 7-ാം തീയതിയാണ് ഇറങ്ങുന്നത്. സിനിമയുടെ റിയാക്ഷൻ നമുക്ക് സിനിമ ഇറങ്ങിയ ശേഷം പറയാം. ഓക്കെ, താങ്ക് യു.